അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, സുഖമല്ലേ? സുഖമാണ് എന്ന് കരുതാണ്. നോക്ക്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു പ്രവർത്തനം. അദവാത്തുൽ ഇസ്തിഫ്ഹാമുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അദവാത്തുൽ ഇസ്തിഫ്ഹാം അറിയാലോ, ക്വസ്റ്റ്യൻ വേർഡ്സ്. ഞാൻ ഓണപരീക്ഷൻ്റെ അല്ല, ക്രിസ്മസ് പരീക്ഷൻ്റെ ലൈവിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാ, എന്ത്, മൻ, ആര്, എങ്ങനെ, കൈഫ, എവിടൈന, എപ്പോഴാണ്, മത്താ എന്ന്, എന്താ, മാക്കം, എത്ര പഠിപ്പിച്ച് ഓർമ്മ നിങ്ങൾക്ക്? ഓക്കെ, ആ സമയത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നോക്ക്, ഈ ഒരു ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആറാമത്തെ യൂണിറ്റിൽ 4 അദവാത്തുൽ ഇസ്തിഫ്ഹാം നൽകിയിട്ട് അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 എണ്ണം പഠിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ചെണ്ണം കൂടെ അഡീഷണലായിട്ട് പഠിക്കണം. ഓക്കെ, കൈഫ എന്ന് വെച്ചാൽ എങ്ങനെ, മൻ, ആര്, എവിടെ, ഓക്കെ, മത്ത. ഓക്കെ, നോക്ക്, ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പോവുക. ഒന്നാമത്തത് ഐന എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഐന വെച്ചിട്ടൊരു ചോദ്യം എഴുതാൻ പോവാ കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഇബ്നു സീന എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഒരു പണ്ഡിതനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ ഐന വെച്ചിട്ട് ഒരു ചോദ്യം. ഓക്കെ, ഇബ്നു സീന ആലിമുൻ വ ത്വബീബുൻ മശ്ഹൂർ, അറിയപ്പെടുന്ന പണ്ഡിതനും ഡോക്ടറും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ വുലിദ ഫീ ഖറിയത്തി അഫ്ഷിന ഖരീബൻ മിൻ ബുഖാറ, അഫ്ഷിന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ബുഖാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അഫ്ഷിന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചോദ്യം കിട്ടിയോ? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ചോദിച്ചൂടെ? ഐന വുലിദ ഇബ്നു സീന ചോദിച്ചൂടെ നമുക്ക്? ഒന്നാമത്തെ ചോദ്യം നമ്മൾ എഴുതുന്നു ഐന വെച്ചിട്ട്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് വായിച്ചത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്ന ചോദ്യമാണ്. ഐന ഉലിദ. ഐന ഉലിദ ഇബ്നു സീന എവിടെയാണ് ജനിച്ചത് എന്ന ഒരു ചോദ്യം നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് ഉണ്ടാക്കാം. രണ്ടാമതായിട്ട് മാതാ എന്നത് വെച്ചിട്ട്, മാതാ എന്ന അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ചിട്ട് നമ്മളൊരു ചോദ്യം ഉണ്ടാക്കാൻ പോവാ. നോക്ക്, നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ വാലിദുഹു ഒക്കെ കഴിഞ്ഞിട്ട് ഹഫിള ഖുർആൻ ഫി സിന്നിഹിൽ ആശിർ, അദ്ദേഹത്തിൻ്റെ 10ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചൂടെ, എന്താ മനഃപ്പാടമാക്കിയത്? മാതാ ഹഫിള ഇബ്നു സീന ഫി സിന്നിഹിൽ ആഷിർ, അദ്ദേഹത്തിൻ്റെ 10ാമത്തെ വയസ്സിൽ മാതാ എന്താണ് അദ്ദേഹം മനഃപ്പാടമാക്കിയത് നമുക്ക് ചോദിച്ചൂടെ? ഓക്കെ, നമ്മൾ ചോദിക്കാൻ പോവാണ്, മാതാ ഹഫിള, എന്താണ് അദ്ദേഹം മനഃപ്പാടമാക്കിയത്? ഹഫിള ഇബ്നു സീന ഫി സിന്നിഹി മാതാ ഹഫിള ഇബ്നു സീന ഫി സിന്നിഹിൽ ആഷിർ, തൻ്റെ 10ാമത്തെ വയസ്സിൽ എന്താണ് ഇബ്നു സീന മനഃപ്പാടമാക്കിയത് എന്ന ഒരു ചോദ്യം നമ്മൾ മാതാ വെച്ചിട്ട് അവിടെ ഉണ്ടാക്കുകയാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ചോദ്യം നമുക്ക് ഏത് വെച്ചിട്ട്, മൻ ആര് എന്ന അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ചിട്ട് നമ്മൾ 3ാമതൊരു ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്താലോ? മൻ, ആര് എന്ന അദവാത്തുൽ ഇസ്തിഫ്ഹാം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. നോക്ക്, വാലിദുഹു അബ്ദുള്ള വ വാലിദതുഹു സിത്താര, മൻ കാന വാലിദുഹു, അല്ലെങ്കിൽ മൻ കാന വാലിദു ഇബ്നു സീന, ഇബ്നു സീനയുടെ പിതാവ് ആരായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചൂടെ? ഓക്കെ, മൻ കാന വാലിദു ഇബ്നു സീന, ഇബ്നു സീനയുടെ പിതാവ് ആരായിരുന്നു? ഓക്കെ, നമുക്കിനി ഒറ്റ ചോദ്യം അവിടെ ബാക്കിയുണ്ട്.
മത എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോൾ, വെൻ എന്നാണ് അർത്ഥം. എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, എപ്പോഴാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത്, എപ്പോഴാണ് അദ്ദേഹം, എപ്പോൾ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് മത വെച്ചിട്ട് ചോദിക്കാം. നോക്ക്, ഇവിടെ എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത് എന്ന് ചോദിക്കാം, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് എന്ന് ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചൂടെ? ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതട്ടോ, മത ഉലിദ. മത്താ ഉലിദ ഇബ്നു സീന. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതായത് ഒരു പാരഗ്രാഫ് തരും, അതിൽ അയിനെ വെച്ചിട്ട് മാതാ വെച്ചിട്ട് മത്ത വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡും അതിൻ്റെ അർത്ഥവും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. മാതാ എന്ത്, മൻ ആര്, എങ്ങനെ, കൈഫ എവിടൈന, എപ്പോഴാണ് മത്ത എന്ന്, എന്താ, മാ, കം, എത്ര. ഓക്കെ, ഇവിടെ കൈഫ, കം. ഓക്കെ, ഇത്രയും അദവാത്തുൽ ഇസ്തിഫാമുകൾ നമ്മൾ നിർബന്ധമായിട്ടും ആയിരിക്കണം നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടത്, നമ്മൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ വീണ്ടും കാണാം. ഈ പാഠഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അദവാത്തുൽ ഇസ്തിഫാം വെച്ചിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനുള്ളത്. പഠിക്കാൻ വീണ്ടും കാണാം. അസ്സലാം.